എല്ലാവർക്കും AK ഹോംസ് ആൻഡ് വില്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരത്തെ കുണ്ടമൻ ഭാഗം പാലത്തിന് സമീപത്തായിട്ടുള്ള ഒരു അടിപൊളി 4 BHK വീടാണ്. കുണ്ടമൻ ഭാഗം പാലം എന്ന് പറയുമ്പോൾ ഈ ഒരു പാലത്തിനപ്പുറം കോർപ്പറേഷൻ ലിമിറ്റ്സ് ആണ്. അപ്പോൾ തിരുവനന്തപുരം സിറ്റി ബോർഡറിൽ തന്നെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ സിറ്റി ലൈഫിലേക്ക് ഈസിലി ആക്സസിബിൾ ആയതുപോലെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു വീട്. കാണുന്നത് പോലെ വീടിന്റെ ചുറ്റുമുള്ള സ്പേസും ഫ്രണ്ട് എക്സ്റ്റീരിയറും നല്ല ബ്യൂട്ടിഫുൾ ആയി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ മനോഹരമായ ബ്യൂട്ടിഫുൾ കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ മുന്നിലായി തന്നെ നല്ല വീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വീടിന്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവനായി കല്ലുകളും ഗ്രാസുകളും ഒക്കെ പാകിയിട്ടുള്ള നല്ലൊരു മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. വീടിന്റെ പ്രധാന വാട്ടർ സോഴ്സ് എന്നത് 24/7 വെള്ളം ലഭിക്കുന്ന ഈ ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ തന്നെയാണ്. ഇവിടെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടേക്ക് വന്നാൽ വീടിന്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് ഏരിയ തന്നെ ലഭിക്കുന്ന ആ ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ് കാണുന്നത്. ഇവിടെയുള്ള മേജർ അട്രാക്ഷൻ എന്നത് വീടിന്റെ ആ ഒരു മുന്നിലെ ഫ്രണ്ട് ഡോർ തന്നെയാണ്. വീടിന്റെ വുഡ് വർക്സിനെല്ലാം തന്നെ തേക്ക് പ്ലാവ് ആഞ്ഞിലി തടികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായ ലിവിംഗ് സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഹോളിൽ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ്. ഈ ഒരു തരം ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ് വീടിന്റെ എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷറി പ്രീമിയം ലുക്ക് തന്നെ ഇവിടെ ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയും. അതുപോലെ വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഫോൾ സീലിംഗ് വർക്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നല്ലൊരു പ്രീമിയം വോം തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ഒരു ലിവിംഗ് സ്പേസ് മാത്രം ഏകദേശം 14x14 ഫീറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത്. കാണുന്നത് പോലെ ഇന്റീരിയർ വർക്സ് ആയാലും മറ്റ് ഡെക്കറേറ്റീവ് പീസസ് ആയാലും നല്ല ബ്യൂട്ടിഫുൾ ആയി തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലിവിംഗ് സ്പേസിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെപ്പറേറ്റഡ് ആയ ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ ഇവിടെയും വിശാലമായ ഹോൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരും വളരെ ഈസി ആയി തന്നെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഡൈനിങ് സ്പേസിന്റെ തന്നെ 4 ഭാഗത്തേക്ക് നോക്കിയാലും ഓരോ സ്ഥലവും ഭംഗിയുടെ കാര്യത്തിൽ ഒന്നിലൊന്ന് മെച്ചം തന്നെയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് തീർത്തും അട്രാക്റ്റീവായ വീടിന്റെ ഒരു മോഡേൺ ഓപ്പൺ കിച്ചണും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസ് മാത്രം ഏകദേശം 16x14 ഫീറ്റ് ഡയമെൻഷനാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഒരു കോർണറിലായി നല്ലൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ലുക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാഷിംഗ് ഏരിയ കാണുന്നുണ്ട്. ഇതിന്റെ വാഷ് ബേസിനും പൈപ്പ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെ ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്ലോറിംഗിലായി വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും കജാരയുടെ വൈറ്റ് വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4.25 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റ് ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടുകളിൽ 4 ബെഡ്റൂംസും 4 ബാത്റൂംസും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ബെഡ്റൂം ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ പ്രൈവറ്റ് ബാൽക്കണിയും അവൈലബിൾ ആണ്. എല്ലാ ബെഡ്റൂംസും സിമിലർ ഫീച്ചേഴ്സിലാണ് ഒരുക്കിയിട്ടുള്ളത്. സൈസിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. നമ്മുടെ ഈ ഒരു ബെഡ്റൂമിന്റെ ഡയമെൻഷൻ ഏകദേശം 14x11 ഫീറ്റ് ആണ്. ഈ കാണുന്നത് ബെഡ്റൂമിന്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. കാണുന്നത് പോലെ തികച്ച സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം, കാണുന്നത് പോലെ എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ച സ്പേഷ്യസ് ആയ ബാത്റൂംസ് തന്നെയാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂംസിലൊക്കെ തന്നെ പാരി വെയറിന്റെ സാനിറ്ററി ഫിഷേഴ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു മോഡേൺ ഓപ്പൺ കിച്ചണിലേക്ക് വന്നാൽ ആദ്യമേ തന്നെ ഫ്രണ്ടിലെ ഒരു സെർവിംഗ് കൗണ്ടർ ടേബിൾ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു പോർഷൻ കാണാൻ കഴിയും. ഇനി അകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് ലഭിക്കുന്ന ക്യാബിനറ്റ്സും കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇതിനപ്പുറം നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ വളരെ ബ്യൂട്ടിഫുൾ ആയി ഫോൾ സീലിംഗ് വർക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലെ കാണുന്ന ഈ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. ഇതുകൂടാതെ ഒരു 2 ബർണർ കുക്ക് ടോപ്പ്, സ്മോക്ക് എക്സോസ്റ്റിനായുള്ള ചിമ്മിനി, ഒരു ടോൾ യൂണിറ്റും മൾട്ടിപർപ്പസ് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി കാണുന്നതാണ് ആ ഒരു മൾട്ടിപർപ്പസ് വാഷ് ബേസിൻ. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള പലതരം വാഷിങ്ങിനും കട്ടിങ്ങിനും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണിത്. ഇനി കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ വീടിന്റെ അതേ ഒരു ലെങ്തിൽ തന്നെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൗണ്ടർ സ്ലാബും സിങ്കും മറ്റ് സ്റ്റോറേജ് ഓപ്ഷൻസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മുഴുവനായി റൂഫിംഗും ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത് തികച്ചും അട്രാക്റ്റീവായ ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയിലൂടെയാണ്. കാണുന്നത് പോലെ വീടിന്റെ ആ ഒരു ഓവറോൾ പ്രീമിയം ലുക്കിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസും ഒരുക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ 3 ബെഡ്റൂംസും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസിലും ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ ഏരിയ മുഴുവനായി ഫോൾ സീലിംഗ് വർക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഹോളിന്റെ ഈ ഒരു പോർഷനിലേക്ക് വന്നാൽ ഇവിടെ തന്നെ വാഷ് ബേസിൽ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസുമാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ബെഡ്റൂമിലാണ് ഒരു പ്രൈവറ്റ് ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാണുന്നത് പോലെ തികച്ചും വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 14x14 ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഡയമെൻഷൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സിമിലർ ഫീച്ചേഴ്സിന് പുറമെ ആദ്യമേ പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് ബാൽക്കണിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കുണ്ടമൻ ഭാഗം എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കുണ്ടമൻ ഭാഗം പാലത്തിൽ നിന്നും ജസ്റ്റ് 500 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. അതുപോലെ ഈ ഒരു കുണ്ടമൻ ഭാഗം റോഡിൽ നിന്നും 150 മീറ്റർ മാത്രമേ ഉള്ളൂ വീട് വരെ. ഈ ഒരു 150 മീറ്റർ നടന്നെത്തിയാൽ അവിടെ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ വീടിൽ നിന്നും ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റി ബോർഡറിലെ പീസ്ഫുൾ ആയ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനായിരിക്കും ഈ ഒരു വീട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 7 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. എല്ലാത്തരം ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു 4BHK വീട് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപരമായി 4.4 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 ബാൽക്കണികളും ഒരു മോഡേൺ മോഡുലാർ കിച്ചണും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 95 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. കൂടുതൽ ഡീറ്റെയിൽസിനും വീഡിയോ വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ മറ്റ് വീഡിയോകളൊക്കെ ഒരു പ്ലേലിസ്റ്റായി ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.